2021 മുതൽ തൃഷ എന്ന് പറയുന്ന നടിയുമായിട്ടുള്ള ബന്ധം, ഒരു കുടുംബം നയിക്കാൻ കഴിവില്ലാത്ത ഒരാള് എങ്ങനെ ജനങ്ങളെ സേവിക്കുമെന്നുള്ള ദിലീപിന്റെ കാര്യവും ഇതുപോലെ ആയിരുന്നു. മഞ്ജുവാര്യരുടെ ജീവിതം തകർത്തെറിഞ്ഞത് കാവ്യ മാധവന്റെ രംഗപ്രവേശം. അതിന്റെ ഉദാഹരണമാണ് സൂര്യയും ജ്യോതികയും. ജയൻ രവിയുടെ കാര്യമെടുത്താലും, ധനുഷിന്റെ കാര്യമെടുത്താലും, നടൻ മുകേഷിന്റെ കാര്യമെടുത്താലും, ഗണേഷ് കുമാർ ആണെങ്കിലും എല്ലാം സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. സുഹൃത്തുക്കളെ നമസ്കാരം. 25 വർഷം നീണ്ടുനിന്ന ദാമ്പത്യ ബന്ധമാണ് ഇപ്പോൾ തകർന്നടിയുന്നത്. നടൻ വിജയുടെ ഭാര്യ സംഗീത ഇപ്പോൾ ചെങ്കൽപ്പേട്ട് കോടതിയിൽ വിവാഹ മോചനത്തിന് ഹർജി നൽകിയിരിക്കുകയാണ്. ഈ വാർത്ത ആരാധകർക്കും രാഷ്ട്രീയ രംഗത്തും വലിയൊരു ആഘാതം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. വിജയ്ക്ക് മറ്റൊരു നടിയുമായുള്ള ബന്ധമാണ് സംഗീത ഉന്നയിക്കുന്ന കാരണങ്ങൾ. അത് മറ്റാരുമല്ല, തൃഷ എന്ന് പറയുന്ന നടിയാണ് എന്ന് ഏവർക്കും കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. 2021 മുതൽ തൃഷ എന്ന് പറയുന്ന നടിയുമായിട്ടുള്ള ബന്ധം ഈ വിജയ് തുടരുകയാണ്. പല പ്രാവശ്യം സംഗീത ഇതറിഞ്ഞപ്പോൾ പല പ്രാവശ്യം വിലക്കിയിട്ടും ഇനി തങ്ങൾ അങ്ങനെ ഒരു ബന്ധമില്ല എന്നും കുടുംബത്തിൽ തന്നെ നിൽക്കുകയാണ് എന്നും ഇതുപോലുള്ള ഒരു കാര്യങ്ങൾ ഇനി ഉണ്ടാവില്ലെന്നും വാക്കുകൊടുത്തതാണെന്ന് സംഗീത പറയുന്നു. എന്നാൽ ആ വാഗ്ദാനം വിജയ് ഒരിക്കൽ പോലും പാലിച്ചിട്ടില്ല. പല വേദികളിലും ഈ തൃഷ എന്ന് പറയുന്ന നടിയുമായി പല വേദികളിലും പ്രത്യക്ഷപ്പെടുകയും പല യാത്രകളിലും ഒന്നിച്ചു യാത്ര ചെയ്തു എന്നുള്ള കാര്യമാണ് സംഗീത ഉന്നയിക്കുന്നത്. വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടി TVK രാഷ്ട്രീയത്തില് 2026 തെരഞ്ഞെടുപ്പ് നേരിടാനിരിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ഒരു വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് വിജയുടെ രാഷ്ട്രീയ ജീവിതത്തെ ബാധിക്കുമോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഊർത്തിരിഞ്ഞു വരുന്നത്. ഒരു കുടുംബം നയിക്കാൻ കഴിവില്ലാത്ത ഒരാള് എങ്ങനെ ജനങ്ങളെ സേവിക്കുമെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്നും ഊർത്തിരിവ് ഉണ്ടാകുന്നത്. മലയാള സിനിമയിൽ ദിലീപിന്റെ കാര്യവും ഇതുപോലെ ആയിരുന്നു. മഞ്ജുവാര്യരുടെ ജീവിതം തകർത്തെറിഞ്ഞത് കാവ്യ മാധവന്റെ രംഗപ്രവേശത്തോടു കൂടിയാണ്. കാവ്യ മാധവന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ദിലീപ് ഭാര്യയെ അവഗണിച്ചുകൊണ്ട് തന്നെ, ഭാര്യ ഉണ്ട് എന്നുള്ള കാര്യം മറന്നുപോയിക്കൊണ്ട് തന്നെ, വളരെ യാതൊരു സത്യസന്ധതയും ഇല്ലാതെ, യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെയാണ് മഞ്ജു വാര്യരോട് പെരുമാറിയതും മഞ്ജു വാര്യരുടെ ജീവിതം തകർന്നെറിഞ്ഞിട്ട് മറ്റൊരു നടിക്ക് ജീവിതം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുവന്നാണ്. ചരിത്രം ആവർത്തിക്കുകയാണോ എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നത്. ജയൻ രവിയുടെ കാര്യമെടുത്താലും, ധനുഷിന്റെ കാര്യമെടുത്താലും, നടൻ മുകേഷിന്റെ കാര്യമെടുത്താലും, ഗണേഷ് കുമാർ ആണെങ്കിലും എല്ലാം സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. എന്നാൽ സിനിമാ ലോകത്ത് എല്ലാ ദാമ്പത്യ ബന്ധങ്ങളും പകരുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നു. അതിന്റെ ഉദാഹരണമാണ് സൂര്യയും ജ്യോതികയും. അവരുടെ ബന്ധം ഇപ്പോഴും പൂർവാധിക ശക്തിയോടെ തന്നെ തുടരുകയാണ്. ഇക്കാര്യം മാതൃകാപരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. വിജയ് രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരുടെ ഇടയിലേക്കാണ് ഇത്തരമൊരു ചർച്ചാ വിഷയം, ഇത്തരമൊരു കാര്യങ്ങളും ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ വരുന്ന മാർച്ച് 20-നാണ് വിജയ് കോടതിയിൽ ഹാജരാകേണ്ടത്. അന്നായിരിക്കും തമിഴ്നാട് രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന പല കാര്യങ്ങൾ പുറത്തു വരുന്നത്. സിനിമാ ലോകത്തുള്ള അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിക്കുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. സിനിമയിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയാണ് ഓരോ വാർത്തകളും നമുക്ക് കാണാൻ സാധിക്കുന്നത്.